നാട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നിട്ട് ഇത് ആദ്യത്തെ സർപ്രൈസ് കൊടുക്കാൻ പോവാട്ടാ. എന്താണ് വിശേഷം? എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട്. ഇന്ന് നമുക്ക് ഒരാൾക്ക് ഒരു സർപ്രൈസ് കൊടുത്താലോ? എന്നെ കാണാൻ വേണ്ടി അത്രയ്ക്ക് കാത്തിരുന്ന ഒരാളുണ്ട്. നീ എന്നാണ് എന്നെ കാണാൻ വരാന്ന് എന്ന് വിളിക്കുമ്പോൾ ആളെന്നോട് ചോദിക്കും. ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നെ കണ്ടതിന്റെ സന്തോഷമാണ് ഇത് ഈ മുഖത്ത് കാണുന്നത്. പക്ഷെ നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വന്ന ആള് ഇത് വീടിന്റെ ഉള്ളിലായിരുന്നു. വേറെ ആരുമല്ല, എന്റെ സ്വന്തം അമ്മാമ തന്നെ ആള് കേട്ടാ. ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. എന്റെ മുടി വളർന്നുണ്ട്, വെട്ടണം, ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നുണ്ട്, നന്നായി ഭക്ഷണം കഴിക്കണം ഒക്കെ ആളെ ഉപദേശിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ വന്ന മേമ ഭക്ഷണം കഴിപ്പിക്കാണ്ട് വീട്ടില്ല എന്ന് എനിക്ക് അറിയായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് നമ്മുടെ ഈ കുട്ടിപ്പട്ടാളം വന്നത്. ഇവരെല്ലാവരും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള ആൾക്കാരാണ്. അങ്ങനെ അമ്മാമനും കണ്ട് കുഞ്ഞ് സമ്മാനമൊക്കെ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് അടുത്ത ആൾക്ക് സർപ്രൈസ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ മാസ്ക്. ഇപ്പൊ കാണാൻ പോണ ആൾക്ക് ഇത്തിരി ബുദ്ധി കൂടുതലായതുകൊണ്ടാണ് ഞാൻ മാസ്ക് വെച്ച് പോയത്. ഈ സർപ്രൈസ് പൊളിയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ 100% വിജയമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും സർപ്രൈസും കൊടുത്ത് കഴിഞ്ഞു വന്നപ്പോ എന്നെ പുറത്ത് ചൂട് കാരണം ഞാൻ ശരിക്കും ക്ഷീണിച്ചു. ഇന്നത്തെ ദിവസത്തിൽ അമ്മാമനെ കാണാൻ പോയതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായ കാര്യം. എന്തായാലും സർപ്രൈസ് ഒക്കെ ഏറ്റു. അപ്പൊ ശരിട്ടാ.